കൊച്ചിയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ അതിജീവിതയെ ലൈംഗികമായി ഉപദ്രവിച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടയാൾ നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന യുവതിയുടെ മൊഴി. പ്രതിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാം, എന്തൊക്കെ വിവരങ്ങളാണ് യുവതി പോലീസിനോട് പറഞ്ഞത്? കവിത, ഈ കേസിൽ അതിജീവിതയുടെ മൊഴിയിലാണ് 22 വയസ്സുകാരിയെ നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന മൊഴിയുള്ളത്. ഇതിലൂടെയാണ് ഈ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നത് എന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവാണ് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളൊരു ഡാൻസറാണ് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ കുട്ടിയുമായി പരിചയപ്പെടുന്നത്. തുടർന്ന് പെൺകുട്ടിയുമായി ചാറ്റിലൂടെ ബന്ധം തുടരുകയായിരുന്നു. ഈ രീതിയിലാണ് ഇവർ തമ്മിലുള്ള ബന്ധമുണ്ടായതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യുവാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ പെൺകുട്ടി അതിജീവിതയാണ് എന്ന് പോലീസ് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പറയാനായിട്ട് സാധിക്കില്ല. ഏതായാലും ഈ കേസിൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു വ്യക്തമായ വിവരമാണ് പോലീസ് നൽകുന്നത്. ഇയാളുമായി എത്ര കാലത്തെ പരിചയമുണ്ടെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തുന്നുണ്ടോ? ഇക്കാര്യങ്ങളെല്ലാം മൊഴിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഈ കേസിന്റെ ഒരു സ്വഭാവം വെച്ച് പെൺകുട്ടിയുടെ മൊഴി കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിടാനായിട്ട് നിയമപരമായി സാധിക്കില്ല. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളുമായിട്ടുള്ള പരിചയത്തിന്റെ പുറത്ത് തന്നെയാണ് പെൺകുട്ടിയെ നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഇതാണ് കുട്ടിയുടെ ഗർഭാവസ്ഥയിലേക്കും മറ്റും എത്തിച്ചതെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിലാണ് ഇപ്പോൾ ഇയാളെ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത്. പ്രതിയുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത്. വ്യക്തമായ ഐഡന്റിറ്റി ഈ പെൺകുട്ടി ഇയാളെ കുറിച്ച് പോലീസിന് വിവരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ? തീർച്ചയായും ഇയാളുടെ പേര്, ഇയാളുമായുള്ള പരിചയം, ഇയാളുടെ ചാറ്റുകൾ, അങ്ങനെ ശേഖരിക്കാനുള്ള വിവരങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതിയെക്കുറിച്ച് എല്ലാ വിവരങ്ങളും നിലവിൽ പോലീസിന്റെ കൈവശമുണ്ട്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു സാങ്കേതികമായുള്ള നടപടി മാത്രമാണ് പോലീസിന്റെ മുൻവശം അവശേഷിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത വിവരം പോലീസ് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുമായിരിക്കും. ഏതായാലും പെൺകുട്ടി നൽകിയ വിവരം അനുസരിച്ച് പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചത് പ്രകാരമാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയും പ്രതിയിലേക്ക് വളരെ വേഗത്തിൽ പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പെൺകുട്ടി മുൻപ് പറഞ്ഞിരുന്നത് താൻ പീഡനത്തിന് ഇരയായി എന്നുള്ളതാണ്. അത് ശരിവയ്ക്കുകയാണ് ഇപ്പോൾ പോലീസ്. കൊച്ചിയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ അതിജീവിതയെ ഉപദ്രവിച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടയാളാണ് എന്നാണ് ഇപ്പോൾ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. പ്രതിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.